to our channel Salt and Pepper. എന്റെ പേര് റാണി. നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കെ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ഒരു വെൽവെറ്റ് ചുരിദാറുണ്ട്, ഒരു ബ്ലൂ വെൽവെറ്റ് ചുരിദാർ. അപ്പം ഞാൻ ഓർത്തു സിമ്പിളായിട്ട് അത് മിറർ വർക്കും ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് അതിനെ എങ്ങനെ സുന്ദരമാക്കാന്ന്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്, ഒരു ഈസി ആയിട്ടൊരു എംബ്രോയിഡറി ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? എന്നാ തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എംബ്രോയിഡറിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വെൽവെറ്റിന്റെ ബ്ലൂ പ്ലെയിൻ ചുരിദാറാണ്. നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർത്തിന് എല്ലാം കൊണ്ടും നല്ലത് ഒരു വൈറ്റ് കളറിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് മിറർ വർക്കാണ് ഇതിനെ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഇങ്ങനത്തെ മിറേഴ്സ്, ഇതുപോലത്തെ ഫ്രെയിംസ് പല കളറിലും പല സൈസിലും നമുക്ക് ത്രെഡ് ഹൗസുകളിലും പെരുമാറ്റപ്പെട്ട എല്ലാ ഷോപ്പുകളും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെ ഏത് തുണിയെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തുണിയുമായിട്ട് പോയിട്ട് അവിടെ ചെന്ന് ഇഷ്ടമുള്ള കളറുകളും സൈസുകളും രൂപത്തിലും ഭാവത്തിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ ചെന്നിട്ട് വാങ്ങിക്കാം. അപ്പം ഞാൻ ഇതിനു വേണ്ടി വൈറ്റ് കളറിലെ ഫ്രെയിമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മിറേഴ്സും പല ഷേപ്പിലും സൈസിലും സ്ക്വയറിലും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ ഉപയോഗിക്കാൻ മതി. വളരെ ഈസിയാണ്, ഈസി ആയിട്ടൊരു മെത്തേഡാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതിവിടെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ആദ്യം ഫാബ്രിക് ഗ്ലൂ. ഈ ഫാബ്രിക് ഗ്ലൂ നമുക്ക് ആദ്യം വെച്ച് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഫെവിക്രിലിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഒരു ഗ്ലൂ ആണ്. ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുക്കുക. ഇത് ഇച്ചിരി എക്സ്ട്രാ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട. ഇത് ഒരിക്കലും നമുക്ക് ഹാം ആയിരിക്കത്തില്ല കേട്ടോ, തന്നെ ഡ്രൈ ആയിപ്പോക്കോളും. ഇതാണ്ട് ഇവിടെ ഒരു മിറർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ? ഇതിന് മുകളിലേക്ക് നമുക്ക് വീണ്ടും ഈ ഫ്രെയിമിന് 2 വശമുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല വശം നോക്കി വേണം നമ്മൾ വെച്ച് കൊടുക്കുവാൻ വേണ്ടി. കണ്ടോ? ഇനി ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ തേച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നു. കണ്ടോ? ഇത് എത്ര ഭംഗിയായിട്ട് ഒട്ടിയെന്ന് കണ്ടോ? ഇത് നമ്മൾ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സെക്യൂർ ആണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ നൂലും സൂചിയും ഉപയോഗിച്ച് നമ്മൾ ഇതിനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനിത് ആദ്യം ഇത് മുഴുവൻ ഇതുപോലെ തന്നെ ഒട്ടിക്കാം. ഞാൻ ഒരെണ്ണം കൂടെ എങ്ങനെ ഒട്ടിക്കും നിങ്ങളെ കാണിച്ചു തരാം. അത്യാവശ്യം നിങ്ങൾ എത്രമാത്രം ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഇവനെ വെച്ചു. എന്നെ എളുപ്പം നോക്കി, ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അടുത്തത് നമ്മൾ മിറർ ഒട്ടിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഫ്രെയിമേൽ കുറച്ച് തേച്ചു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ട് വെക്കും. ഇതുപോലെ നമ്മൾ ഇവിടം തൊട്ട് ഇങ്ങനെ അറ്റം വരെ ബോട്ടനൊക്കെ ചെയ്തേക്കുന്നത് അവിടം വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നു. വളരെ എളുപ്പമാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ നമ്മളൊന്ന് ഉണങ്ങാൻ വെക്കും. അപ്പോൾ ഇത് മുഴുവൻ ഞാനൊന്ന് ഒട്ടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, വീഡിയോ അധികം ലെങ്തി ആവാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതുപോലെ ഞാൻ മുഴുവൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകും. അപ്പോൾ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെ മിറർ ഒട്ടിച്ചു. അതിൻ്റെ മുകളിൽ ഫ്രെയിം വെച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പം നമുക്ക് നാട്ടിലാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് പോയി ഒരു ചായയും കുടിച്ച് അയൽപ്പക്കത്ത് പോയി 2 പരദൂഷണമൊക്കെ പറഞ്ഞിട്ട് വാ. ഓക്കെ, അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങും. അതേ സമയമൊന്നും എടുക്കത്തില്ല. നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എത്രമാത്രം സെക്യൂർ ആണ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നൂല് സൂചി എടുത്ത് നമുക്ക് ഒരുമാതിരി അവിടെ ഇവിടേക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അവർ നല്ല ഫിറ്റായിട്ട് അവിടെ ഇരിക്കും. ഊരിപ്പോന്നുള്ള പേടിയേ വേണ്ട. അപ്പം നിങ്ങൾ സാധാരണ തയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ഞാൻ തയ്ക്കുന്നതിനാ നോക്കി സൂചി നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ എൻ്റെ ഈ ഫ്രെയിമേലോട്ട് ചെറുതായിട്ട് കയറ്റി ഇങ്ങനെ ഇറക്കി. വെള്ള നൂലല്ലേ, അതുകൊണ്ട് തന്നെ ഒട്ടും വിസിബിൾ ആയിരിക്കത്തില്ല കേട്ടോ. ഇതുപോലെ എടുത്തു. കാരണം പശ അങ്ങനെ പെട്ടെന്ന് പോരത്തില്ല. പിന്നെ ഇതിൻ്റെ അടി സെക്യൂറും ആണല്ലോ. ഡോണ്ട് വറി. നമ്മളിങ്ങനെ ഞാൻ ഇതുപോലെ ഇതിന് മുന്നും മിറർ വർക്ക് ചെയ്തു. നമ്മുടെ ഷോളുകളാലൊക്കെ ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇത് വെച്ചപ്പം തന്നെ ഈ ചുരിദാറിൻ്റെ ലുക്ക് മാറിയുണ്ട്. നിങ്ങൾ ആദ്യം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുന്നില്ലേ? അതിൽ നിന്ന് എത്ര പെട്ടെന്ന് അതിൻ്റെ ലുക്ക് മാറി നോക്കിയേ. എംബ്രോയിഡറി വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് ചുരിദാറിൻ്റെ ആണെങ്കിലും ഏത് ഡ്രസ്സിൻ്റെ ആയാലും ആ ബ്യൂട്ടി, ചുരിദാറിൻ്റെ ആണെങ്കിലും ടോപ്പിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും ഷേപ്പ് മാറും. നല്ല രസമായിട്ട് മാറും കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് ഇവൻ സെക്യൂർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ നോട്ട് ഇടണമെങ്കിൽ നന്നായിട്ട് തയ്ച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ഇതുപോലെ തന്നെ നമുക്കൊന്ന് നോട്ടിട്ട് തയ്ച്ചെടുക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങനെ തയ്ച്ചുകൊണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ സെപ്പറേറ്റ് എടുത്ത് തയ്ക്കുക കേട്ടോ. വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട ഒരു തയ്യലേ അല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ തയ്ച്ചു പിടിപ്പിച്ചു. ഞാൻ ഏറ്റു. ഇനി നമുക്ക് ഇതുപോലത്തെ പേൾസ് വെച്ച് കൊടുക്കാം.
നമുക്ക് എല്ലാ കടകളിലും കിട്ടുന്നതല്ലേ ഈ സാധനം, വലിയ വിലയൊന്നും ആകത്തില്ല കുഞ്ഞു കുഞ്ഞു മുത്തുകൾക്ക് കേട്ടോ. ഇതിന്റെ തന്നെ നിങ്ങൾക്ക് പല പല കളറുകൾ കിട്ടും, ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉടുപ്പിന് ചേരുന്ന അല്ല നിങ്ങളുടെ ചുരിദാറിന് ചേരുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് ഷോൾ എടുക്കുന്നെങ്കിൽ ആ കളറിൽ നിങ്ങൾക്ക് മുത്ത് വെക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മുത്തുകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രം തരുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അറ്റത്തുനിന്ന് തയ്ച്ചു വരാം. ഇതാ ഒന്നെടുത്തു, ഒരു മുത്തിനെ ഇങ്ങനെ കയറ്റി കൊടുത്തു. ഇതാ കണ്ടോ, ഇതാ കണ്ടോ. നമ്മൾ എന്നാ എടുക്കും, ഇവനെ ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ചെയ്തേക്കാം. നമ്മളോട് ദേഷ്യം തോന്നിയാലോ അവളെ നമുക്കൊന്ന് സെക്യൂർ ചെയ്തെടുത്തേക്കാം. കേട്ടോ, അപ്പൊ നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. ഈസിയാണ്, എന്നാ ഈസിയാന്ന് നോക്കിയാൽ നമ്മൾ ഓരോ കാര്യം ചെയ്തു വരുമ്പോഴേ നമുക്കത് ഈസിയാന്ന് മനസ്സിലാവുന്നേ. അതുകൊണ്ട് നോക്കിക്കോ, നിങ്ങൾ എന്നേലും നല്ല കിടുക്കാഴ്ചയായിട്ട് ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എന്നേലും ഐഡിയാസ് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. കേട്ടോ, ഇപ്പം എങ്ങനെയുണ്ട്? നല്ല ഭംഗി തോന്നില്ലേ? നമ്മൾ വീണ്ടും അടുത്ത സെക്ഷൻ എടുത്തു. ഇതുപോലെ തന്നെ നമ്മളൊരു മുത്തിനെ ഇവിടെ കയറ്റി നമ്മൾ തയ്ച്ചു കൊടുത്തു. ഇങ്ങനെ കിട്ടി. ഇങ്ങനെ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇവൻ അവിടെ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ അനങ്ങാണ്ട് നമ്മൾ മുത്ത് പിടിപ്പിച്ച് തീരാറായി. അതേ സമയം എടുത്തില്ല കേട്ടോ. ഞാൻ ഇതിന് ഇച്ചിരി മുഴുത്ത മുത്താണ് വെച്ചേക്കുന്നത്. കാരണം നമ്മുടെ മിറർ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഇതൊന്ന് സെറ്റായി ഒരു ഷേപ്പിലെത്താൻ വേണ്ടിയാണ് ഞാൻ അത്രയും ഇച്ചിരി വലിയ മുത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എക്സ്പെഷ്യലി നിങ്ങൾക്ക് വീഡിയോ വരുമ്പോഴേക്കും അടുത്ത് സൂം ചെയ്തല്ലേ ചെയ്യുന്നേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി വലുപ്പം തോന്നിയേക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ മുത്ത് വെച്ചപ്പോൾ ഉള്ള ഭംഗി കാണാൻ സുന്ദരിയായിട്ടില്ലേ, നല്ല രസമായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ റൈൻ സ്റ്റോൺ കൂടെ കൊടുക്കാം. റൈൻ സ്റ്റോൺ എനിക്ക് ഏതാണ്ട് കൈവശം തന്ന പോലെ ഏതിനും അങ്ങ് റൈൻ സ്റ്റോൺ പിടിപ്പിക്കാൻ തോന്നും. പക്ഷെ നല്ല ഭംഗി ഇതിനും കൂടെ പിടിച്ചു കഴിയുമ്പോൾ കേട്ടോ, നല്ല രസമില്ലേ കാണാൻ. അവിടെ ഞാനടുത്ത് ഇച്ചിരി റൈൻ സ്റ്റോൺ ഇതേ പിടിപ്പിക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും പിടിപ്പിക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ റൈൻ സ്റ്റോൺ വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പൊ നമ്മളിതേ ഞാൻ റൈൻ സ്റ്റോൺ ഒക്കെ മുഴുവൻ ഒട്ടിച്ചു കഴിഞ്ഞ് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇത് ഒട്ടിച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ പിടിച്ച് തല്ലും. ആ പരുവത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. കാരണം പശയൊക്കെ നിങ്ങൾക്ക് കാണത്തില്ല, നോക്കി ആ ഗ്ലൂ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് കാണാം. പക്ഷെ കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇവൻ ഇച്ചിരി ഒന്ന് ഉണങ്ങി വരുമ്പോഴേക്കും ഈ സംഭവം എല്ലാം ഡിസപ്പിയർ ആയിട്ട് ഈ സ്റ്റോൺസ് മാത്രം ഇങ്ങനെ എടുത്തേക്കും. അപ്പം കാണാൻ ഭയങ്കര രസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം, അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങി കഴിയും. എന്നിട്ട് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഇതിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാം എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അതേണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചുരിദാറൊക്കെ തയ്ച്ച് നല്ല സുന്ദരിയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതാ ഞാൻ ചെയ്തേക്കുന്ന സിമ്പിൾ മിറർ വർക്ക് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ. അതിനുശേഷം റൈൻ സ്റ്റോൺ വെറുതെ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ഞാൻ ആദ്യം ഒട്ടിച്ച സമയത്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ, ഇത് മുഴുവൻ ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഗ്ലൂ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലായിരുന്നു. പക്ഷേ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് മുഴുവൻ ഡിസപ്പിയർ ആയിപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അയ്യോ ഞാനിട്ട ശരിയാവത്തില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഇട്ടപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നോളും. ഇതിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടൊരു മിറർ വർക്ക് ചെയ്താൽ, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിൾ, പക്ഷേ ഇത് നല്ല എലഗൻ്റായിട്ട് തോന്നില്ലേ, നല്ല രസമല്ല ഇട്ട് കഴിയുമ്പോഴേക്കും. ഇതിൻ്റെ കളറും ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ കയ്യെ കൂടെ ഞാനൊന്ന് ചുരിദാർ തയ്ച്ച സമയത്ത് ഇതിൻ്റെ ഒരു നെറ്റിൻ്റെ വർക്ക് കൂടി ഇങ്ങനെ ചെയ്തായിരുന്നു. അപ്പം ഇവിടെ ഒരു വെള്ള ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വെള്ള വർക്ക് കൊടുത്തത്. പക്ഷേ എന്നാ പറഞ്ഞാൽ നമ്മൾ ബ്ലൂ വൈറ്റ് വർക്ക് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല എടുപ്പായിരിക്കും. എക്സ്പെഷ്യലി ഏത് നിറക്കാർക്കും തന്നെ ഇത് വളരെ നല്ല ഭംഗിയായിരിക്കും. അപ്പം നോക്കിക്കേ, ഇതിൻ്റെ വർക്ക് ആ റൈൻ സ്റ്റോൺ ചെയ്തൊക്കെ എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായില്ലേ, കണ്ടില്ലേ. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്താൽ പോലും നമ്മുടെ ആ പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറിൽ എത്രമാത്രം അതിനെ മാറ്റിയെടുക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഞാനിത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഈ ചുരിദാർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഈ ചുരിദാറിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ചാനലുള്ള കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.